കേന്ദ്രമന്ത്രി അമിത് ഷായുടെ വ്യാജ വീഡിയോ നിർമ്മിച്ച കേസിൽ കോൺഗ്രസ് നേതാവ് അരുൺ റെഡ്ഡി അറസ്റ്റിൽ. ഡൽഹി പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. സ്പിരിറ്റ് ഓഫ് കോൺഗ്രസ് എന്ന ഗ്രൂപ്പിന്റെ അഡ്മിനാണ് അരുൺ റെഡ്ഡി. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ഗൗതം, തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയമായപ്പോൾ ബിജെപിക്കെതിരെ വീണ്ടും വ്യാജ പ്രചരണങ്ങളുമായി കോൺഗ്രസ് വരുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദേവിക, അരുൺ റെഡ്ഡിയെ ഇന്നലെ രാത്രിയിലാണ് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത്. നമുക്കറിയാം, തെലങ്കാനയിൽ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ചേർന്നുകൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഒരു വ്യാജ വീഡിയോ നിർമ്മിച്ചത്. BJP മൂന്നാം തവണയും അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ OBC വിഭാഗങ്ങൾക്കും SC/ST വിഭാഗങ്ങൾക്കും അനുവദിക്കുന്ന ഭരണഘടന അനുശാസിക്കുന്ന റിസർവേഷൻ അത് എടുത്തു കളയുമെന്ന് അമിത്ഷാ പറയുന്നു എന്ന രീതിയിലാണ് ഈ വ്യാജ വീഡിയോ നിർമ്മിച്ചത്. ഇത് വ്യാജ വീഡിയോ ആണ് എന്ന് ചൂണ്ടിക്കാട്ടി BJP പരാതി കൊടുത്തതോടെ വൻ വിവാദമായ വിഷയം മാറിയിരുന്നു. എന്തായാലും ഇന്നലെ രാത്രിയിൽ ഡൽഹിയിലാണ് ഈ അരുൺ റെഡ്ഡിയുടെ അറസ്റ്റ് ഡൽഹി പോലീസ് നടത്തിയിരിക്കുന്നത്. ഇയാളെ ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കി 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ അരുൺ റെഡ്ഡിയെ അയച്ചിട്ടുണ്ട്. നേരത്തെ തെലങ്കാനയിലും 4 കോൺഗ്രസ് പ്രവർത്തകർ ഇതേ കേസിൽ തന്നെ ഈയിടെ അറസ്റ്റിലായിരുന്നു. തെലങ്കാന BJP യൂണിറ്റ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അവിടെ കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തത്. മാത്രമല്ല, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കും ഡൽഹി പോലീസ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് അയച്ചു. പക്ഷേ 4 ആഴ്ചത്തെ സമയം രേവന്ത് റെഡ്ഡി നിലവിൽ ചോദിച്ചിരിക്കുകയാണ്. ദേവിക, ശരി. ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്തനാരായണനാണ് ചേർന്നത്.